പൃഥു തൻ്റെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളോട് തുടർന്ന് പറയുകയാണ്. പ്രജകളുടെ രാജാവായി എന്നെ വിദ്വാൻമാരായ ഋഷിമാർ നിശ്ചയിച്ചിരിക്കുകയാണ്. രാജാവായ എനിക്ക് ദുർമാർഗികളായ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനും സ്വധർമാചരണ നിരതന്മാരായ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും എല്ലാ പ്രജകൾക്കും വേണ്ടുന്ന ഉപജീവന വസ്തുക്കൾ സജ്ജമാക്കി കൊടുക്കുന്നതിനും ദുർമതികളായിട്ടുള്ളവരെ ശാസിച്ച് അവരവരുടെ ധർമ്മ മര്യാദകൾക്കനുസൃതമായി ജീവിക്കുന്നതിനു പര്യാപ്തമായ മാർഗം കാണിച്ചു കൊടുക്കുന്നതിനുമുള്ള ചുമതലയും അധികാരവും ഉണ്ട്. രാജാവ് തൻ്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് അവരോട് പറയുകയാണ്. പ്രജകളുടെ രാജാവായി എന്നെ വിദ്വാൻമാരായ ഋഷിമാർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ സ്വയം തീരുമാനിച്ചതല്ല. വിദ്വാൻമാരായ ഋഷിമാർ, ദ്രഷ്ടാക്കളാണവർ, പരമമായ സത്യത്തെ ദർശിച്ചവരാണവർ. അതോടൊപ്പം അവർ വിദ്വാൻമാരുമാണ്. അവർ ദർശിച്ചതിനെ കുറിച്ച് അവർക്കറിയുകയും ചെയ്യാം. അനുഭവം മാത്രമല്ല, ആ അനുഭവത്തെ കുറിച്ചിട്ടുള്ള അറിവും അവർക്കുണ്ട്. അപ്പം ഋഷീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ പരമമായ പദത്തെ അറിഞ്ഞവർ. അവരാണ് പൃഥു മഹാരാജാവിനെ രാജാവായി നിശ്ചയിച്ചത്. അതുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് അദ്ദേഹത്തെ മഹാരാജാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രജകളുടെ രാജാവായി എന്നെ വിദ്വാൻമാരായ ഋഷിമാർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഋഷീശ്വരന്മാരാണ് നിശ്ചയിക്കുന്നത്, അല്ലാണ്ട് സ്വയം അങ്ങോട്ട് തീരുമാനിക്കല്ല. എനിക്ക് ഇന്ന യോഗ്യതകളൊക്കെ ഉണ്ട്, ഞാൻ ഇത്ര കാലമായി ഈ ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്ന സ്ഥാനം വേണം എന്ന് സ്വയം പറയുകയല്ല, തൻ്റെ ശിങ്കിടികളെ കൊണ്ട് പറയിപ്പിച്ച് അത് നേടുകയും അല്ല. വിദ്വാൻമാരായ ഋഷീശ്വരന്മാർ അവരുടെ പ്രചോദിതമായ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചാക്കിയതാണ് പൃഥുവിനെ മഹാരാജാവായിട്ട്. രാജാവായ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് പറയുകയാണ്. ഉത്തരവാദിത്തങ്ങൾ അധികാരവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുകയാണ്. രാജാവായ എനിക്ക് ദുർമാർഗികളായ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനും, ദുർമാർഗം സ്വധർമ്മ വിരുദ്ധമായ ആചരണം, അതാണ് ദുർമാർഗം. ആ ദുർമാർഗികളായ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനും സ്വധർമാചരണ നിരതന്മാരായ സ്വജനങ്ങളെ സംരക്ഷിക്കുന്നതിനും, സ്വധർമാചരണ നിരതന്മാരെ സംരക്ഷിക്കുക, ദുഷ്ടാചരണ തൽപരരായവരെ ശിക്ഷിക്കുക, ഇത് മഹാരാജാവിൻ്റെ ഉത്തരവാദിത്വമാണ്. എല്ലാ പ്രജകൾക്കും വേണ്ടുന്ന ഉപജീവന വസ്തുക്കൾ സജ്ജമാക്കി കൊടുക്കുന്നതിനും, അവർക്ക് ഉപജീവനം ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ല, അവർക്ക് ഉപജീവനം നടത്തി ജീവിക്കുവാൻ ആവശ്യമായ വസ്തുക്കൾ സജ്ജമാക്കി കൊടുക്കുക, സ്വധർമ്മ അനുസൃതമായ പ്രവർത്തികൾ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അല്ലാതെ അവരുടെ വീട്ടിലേക്ക് എല്ലാ മാസവും ഇത്ര പണം കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് ജീവിക്കാൻ വേണ്ടി താൻ പാടുപെടുക എന്നുള്ളതല്ല. താൻ പാടുപെടുന്നത് അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനാണ്. ഇതൊക്കെയാണ് ഉത്തമമായ ഉത്തമരായ ഭരണാധികാരികൾ ചെയ്യേണ്ടത്. ഇതായിരുന്നു ഉത്തമരായ ഭരണാധികാരികൾ എന്ന് സ്വയം കരുതുന്നവർ ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് നമ്മുടെ നാട് ഈ ഒരു സ്ഥിതിയിലേക്ക് പോകുമായിരുന്നോ? അതുകൊണ്ട് നമ്മുടെ സംസ്കൃതിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ പാരായണം എല്ലാവരും നടത്തേണ്ടതാണ്. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർ മാത്രമല്ല, ഭൗതികോന്മുഖരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഗ്രന്ഥങ്ങൾ വെളിച്ചമേകാതിരിക്കില്ല. അദ്ദേഹം പറയുകയാണ്, എല്ലാ പ്രജകൾക്കും വേണ്ടുന്ന ഉപജീവന വസ്തുക്കൾ സജ്ജമാക്കി കൊടുക്കുന്നതിനും ദുർമതികളായിട്ടുള്ളവരെ ശാസിച്ച് അവരവരുടെ ധർമ്മ മര്യാദകൾക്കനുസൃതമായി ജീവിക്കുന്നതിനും
ദുർമതികളായിട്ടുള്ള ആൾക്കാർ, ദുർമതികൾ എന്ന് പറഞ്ഞാൽ ദോഷകരമായ രീതിയിൽ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നവര്, അവരെ ശാസിച്ച്, അതായത് വേണ്ടതുപോലെ വേണ്ടത് പറഞ്ഞു കൊടുത്ത് അവരവരുടെ ധർമ്മ മര്യാദകൾക്കനുസരിച്ച് അങ്ങനെ അവരോട് സംസാരിച്ച് അവർക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുടെ വഴി എന്താണെന്ന് തിരിച്ചറിയിപ്പിച്ചു കൊടുത്ത് അവരവരുടെ ധർമ്മമര്യാദകൾക്കനുസൃതമായി ജീവിക്കുന്നതിനു പര്യാപ്തമായ മാർഗം കാണിച്ചു കൊടുക്കുന്നതിനുമുള്ള ചുമതലയും എനിക്കുണ്ട്. അവർ വെറുതെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ദുർമതികളാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു, അങ്ങനെയല്ല. ദുർമതികളായവരെ ശാസിച്ച് അവരവരുടെ ധർമ്മമര്യാദകൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് പര്യാപ്തമായ മാർഗം കാണിച്ചു കൊടുക്കുന്നതിന്. അവരെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്, അവരെ ശിക്ഷിച്ചൊഴിവാക്കുകയല്ല ചെയ്യുന്നത്. കൃത്യമായ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെയും കൂടി സ്വജനപക്ഷത്തിലേക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുവാനുള്ള വഴി ഒരുക്കുക, അതാണ് എൻ്റെ ചുമതല. അതിനുള്ള അധികാരവും എനിക്കുണ്ട്. അതുകൊണ്ട് ശരിയല്ല എന്ന് എനിക്ക് ഒരാളുടെ പ്രവൃത്തി ശരിയല്ല എന്ന് തോന്നിയാൽ അയാളെ ശാസിക്കാനും അയാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് അയാളിൽ വേണ്ടുന്ന കറക്ഷൻസ് വരുത്തുവാനുമുള്ള അധികാരമുണ്ട്. രാജ്യപരിപാലനമാകുന്ന ധർമ്മം യഥാവിധി അനുഷ്ഠിക്കുന്നത് മൂലം ഏതൊരു രാജാവിൻ്റെ പേർക്ക് കർമ്മസാക്ഷിയായ ജഗദീശ്വരൻ പ്രസാദിക്കുമോ അപ്രകാരമുള്ള രാജാവിന് സ്വധർമാനുഷ്ഠാനത്തിൻ്റെ ഫലമായി ഏതെല്ലാം ശ്രേയസ്സുകൾ പരലോകങ്ങളിൽ സിദ്ധിക്കുമെന്ന് വേദജ്ഞരായ മഹാത്മാക്കൾ പറയുന്നുവോ സകല കാമങ്ങളെയും സാധിതമാക്കുന്ന ആ പുണ്യലോകങ്ങളൊക്കെയും എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തന്നെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ താനേ ഉണ്ടാകുന്ന ആത്മവിശ്വാസത്തിൻ്റെ സ്ഫുരണമാണിത്. ആത്മവിശ്വാസം കൃത്രിമമായിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നും രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കി ഐ ക്യാൻ എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവരവരെ ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ താനേ ആത്മവിശ്വാസമുണ്ടാകും. തൻ്റെ കഴിവുകളെയും കഴിവുകേടുകളെയും യാഥാർത്ഥ്യബോധത്തോടുകൂടി തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് ആത്മവിശ്വാസരാഹിത്യം. തന്നെ ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. തനിക്ക് പറ്റുന്നതും തനിക്ക് പറ്റാത്തതും തിരിച്ചറിയും. ആത്മവിശ്വാസം താനേ ഉണ്ടായിക്കൊള്ളും. അല്ലാതെ എന്നും രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞാലൊന്നും ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് താത്കാലികം മാത്രമാണ്. മറ്റൊരു പ്രതിസന്ധി ഉണ്ടായാൽ ആടി ഉലഞ്ഞില്ലാതായേക്കാവുന്ന താത്കാലികമായ ആത്മവിശ്വാസം മാത്രം. അദ്ദേഹത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരികളെക്കുറിച്ചും കേടുകളെക്കുറിച്ചും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരാൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് രാജാവ് ഈ വാക്കുകൾ മൊഴിയുന്നത്. രാജ്യപരിപാലനമാകുന്ന ധർമ്മം യഥാവിധി അനുഷ്ഠിക്കുന്നതു മൂലം ഏതൊരു രാജാവിൻ്റെ പേർക്ക് കർമ്മസാക്ഷിയായ ജഗദീശ്വരൻ പ്രസാദിക്കുമോ. രാജ്യപരിപാലനമാകുന്ന ധർമ്മം യഥാവിധി അനുഷ്ഠിക്കുന്നത് മൂലം. രാജ്യപരിപാലനമാകുന്ന ധർമ്മമല്ല, ഏത് ധർമ്മം, സ്വധർമ്മം യഥാവിധി വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ടിടത്ത് അനുഷ്ഠിക്കുന്നത് മൂലം ഏതൊരു രാജാവിൻ്റെ പേർക്ക്, ഏതൊരാളുടെ പേർക്ക് കർമ്മസാക്ഷിയായ ജഗദീശ്വരൻ പ്രസാദിക്കും. അപ്പൊ കർമ്മസാക്ഷിയായ ജഗദീശ്വരൻ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്വധർമ്മനിരതരായി ജീവിച്ചാൽ മതി. സ്വധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച്
ജീവിച്ചാൽ മതി. അപ്പൊ ജഗദീശ്വരൻ പ്രസാദിക്കും. ജഗദീശ്വരൻ പ്രസാദിക്കുമോ? അപ്രകാരമുള്ള രാജാവിന്, സ്വധർമ്മ നിരതനായ രാജാവിന് സ്വധർമാനുഷ്ഠാനത്തിന്റെ ഫലമായി ഏതെല്ലാം ശ്രേയസ്സുകൾ പരലോകങ്ങളിൽ സിദ്ധിക്കുമെന്ന് വേദജ്ഞരായ മഹാത്മാക്കൾ പറയുന്നുവോ, ഈ സ്വധർമാനുഷ്ഠാനം കൊണ്ട് മാത്രം പലതരത്തിലുള്ള ശ്രേയസ്സുകളും ഒരാൾ അനുഭവിക്കും. അതിനെപ്പറ്റി അറിവുള്ളവരായ വേദജ്ഞരായ മഹാത്മാക്കൾ, അറിവിനെക്കുറിച്ച് അറിവുള്ളവരായ മഹാത്മാക്കൾ പറയുന്നുവോ, സകല കാമങ്ങളെയും സാധിതമാക്കുന്ന ആ പുണ്യലോകങ്ങളൊക്കെയും എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സകല കാമങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന ആ സകല ലോകങ്ങളും എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എനിക്ക് പരമമായ പദം മാത്രമല്ല ലഭിക്കുക, എനിക്ക് ഇനി മറ്റ് പല ലോകങ്ങളിലും അനുഭവിക്കാൻ സാധ്യതയുള്ള എല്ലാം അനുഭവിക്കാൻ സാധിക്കും. എന്താ കാര്യം? ഞാൻ സ്വധർമ്മനിരതനാണ്. സ്വധർമ്മനിരതരായിട്ടുള്ളവർ കാമം മാത്രമല്ല മോക്ഷവും അനുഭവിക്കും. ഏതൊരു രാജാവാണോ പ്രജകളെ ധർമ്മമാർഗത്തിൽ കൂടി ചരിപ്പിക്കാതെ അവരിൽ നിന്നും കരം പിരിച്ച് ആ സമ്പത്തിനെ ദൂർത്തടിക്കുന്നത്, ആ രാജാവിന് പ്രജകൾ ആചരിക്കുന്ന ദുഷ്കർമ്മങ്ങളുടെ പാപഫലങ്ങളെല്ലാം തന്നെ അനുഭവിക്കേണ്ടതായും വരും. രാജാവ് ഏതെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നും ആർജിച്ച പുണ്യഫലങ്ങൾ പോലും നഷ്ടപ്പെടുകയും അയാൾ ഐശ്വര്യഹീനനായി തീരുകയും ചെയ്യും. ഇതൊക്കെ ഇന്നത്തെ അധികാരി വിഭാഗങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏതൊരു രാജാവാണോ പ്രജകളെ ധർമ്മമാർഗത്തിൽ കൂടി ചരിക്കാതെ അവരിൽ നിന്ന് കരം പിരിച്ച് ആ സമ്പത്തിനെ ദൂർത്തടിക്കുന്നത്, ജനങ്ങൾ മെനക്കെട്ടുണ്ടാക്കുന്ന പണത്തിന് നിന്ന് ടാക്സ് എടുത്തിട്ട് ആ ടാക്സ് കൊണ്ട് സ്വന്തം കാര്യം നടപ്പിലാക്കുന്നത്. ഞാൻ അധികം വിസ്തരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ ഭരണാധികാരികളുടെ ധൂർത്ത്. അവർ സ്വധർമ്മ നിരതരല്ല. അവർ സ്വധർമ്മനിരതരല്ല എന്ന് മാത്രമല്ല, പ്രജകളെ ധർമ്മമാർഗത്തിൽ കൂടി ചരിക്കാതെ എന്നാണ് ഞാൻ നേരത്തെ വായിച്ചത്, ചരിപ്പിക്കാതെ എന്നാണ്. പ്രജകളെ ധർമ്മമാർഗത്തിൽ കൂടി ചരിപ്പിക്കാതെ, പ്രജകളെ അവരവരുടെ ധർമ്മം കണ്ടെത്തി ആ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് അനിവാര്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനു പകരം അവരെ അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട്, അവരെ വ്യാമോഹിപ്പിച്ചുകൊണ്ട്, അവരിങ്ങനെ ചെയ്താൽ അത് കിട്ടും, അങ്ങനെ ചെയ്താൽ മറ്റേത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞിളക്കി, അവരെ ചട്ടുകമായിട്ട് ഉപയോഗിച്ച് അവരുടെ പ്രയത്നത്തിൽ നിന്ന് കരമെടുത്ത് അവരുടെ പ്രയത്നത്തിൽ നിന്ന് ടാക്സ് ചുമത്തി ആ ടാക്സ് ഉപയോഗിച്ച് സ്വന്തം കാര്യം നടപ്പിലാക്കുന്ന രാജാവിൻ്റെ കാര്യമാണ് ഈ പറയണത്. ഇന്നത്തെ മിക്കവാറും എല്ലാ ഭരണാധികാരികളും ഇതേപോലെയാണ്. പ്രജകളെ അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ചരിപ്പിക്കുക, പറഞ്ഞിളക്കി മോഹവശരാക്കി തീർക്കുക, എന്നിട്ട് അവരുടെ പ്രയത്നഫലത്തിൽ നിന്ന് ചുങ്കം ചുമത്തി സ്വന്തം ജീവിതത്തെ മോടി പിടിപ്പിക്കുക. അങ്ങനെയുള്ള രാജാവ്, ആ സമ്പത്തിനെ ധൂർത്തടിക്കുന്നത്, ആ രാജാവിന് പ്രജകൾ ആചരിക്കുന്ന ദുഷ്കർമ്മങ്ങളുടെ പാപഫലങ്ങളെല്ലാം തന്നെ അനുഭവിക്കേണ്ടതായി വരും. ഈ മുഴുവൻ പ്രജകളുടെയും പാപഫലം അവർ അനുഭവിക്കേണ്ടതായി വരും. എന്താ കാരണം? അവര് പറഞ്ഞിളക്കുന്നതാണിത്. അവരാണ് ഇവരുടെ മോട്ടിവേറ്റേഴ്സ്. അവര് മോട്ടിവേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇവര് ആടിക്കളിക്കുന്നത്. ഇവരുടെ അനാചാരങ്ങളുടെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും. രാജാവ് എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യത വളരെ കുറവാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നും ആർജിച്ച പുണ്യഫലങ്ങൾ പോലും നഷ്ടപ്പെടുകയും
അയാൾ ഐശ്വര്യഹീനനായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അല്ലയോ പ്രജകളെ, നിങ്ങളുടെയെല്ലാം സംരക്ഷകനായ എൻ്റെ ശ്രേയസ്സിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന ദോഷവിചാരം കൂടാതെ സ്വധർമാചരണം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹത്തിന് അത്യന്താപേക്ഷിതമാണെന്ന ബോധത്തോടെ പ്രവർത്തിക്കുവിൻ. അപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും സുഖമുണ്ടാകും. അത് എനിക്കും അനുഗ്രഹകരമാവും. പറഞ്ഞിട്ട് അദ്ദേഹം പറയണം, തൻ്റെ ഉത്തരവാദിത്വത്തെ പറ്റി പറഞ്ഞു. തൻ്റെ ഉത്തരവാദിത്വവും അധികാരവും താൻ വിനിയോഗിച്ചില്ലെങ്കിൽ തനിക്ക് വന്നു ചേരാൻ ഇടയുള്ള ഐശ്വര്യഹീനതയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലയോ പ്രജകളെ, നിങ്ങളുടെ എല്ലാം സംരക്ഷകനായ എൻ്റെ ശ്രേയസ്സിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന ദോഷവിചാരം കൂടാതെ, അതായത് ഞാൻ നിങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സംരക്ഷകനായിട്ടുള്ള എൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ധരിച്ചു വശമാകരുത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും എന്ന് നിങ്ങൾ ധരിക്കരുത്. അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ദുർമാർഗനിരതരായവരെ ശാസിച്ച് സന്മാർഗനിരതരാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അത് എൻ്റെ ശ്രേയസ്സിന് വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. അങ്ങനെ ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഞാൻ സ്വയം ഇവിടെ കയറിയിരിക്കുന്നതല്ല. എന്നെ പ്രചോദിത ബുദ്ധിയുള്ളവരായ മഹർഷീശ്വരന്മാർ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ് എന്ന ദോഷവിചാരം കൂടാതെ സ്വധർമാചരണം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹത്തിന് അത്യന്താപേക്ഷിതമാണെന്ന ബോധത്തോടെ പ്രവർത്തിക്കുവിൻ. ഞാൻ എൻ്റെ ധർമ്മം ആചരിക്കുമ്പോൾ എനിക്ക് ശ്രേയസ്കരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അത് ഞാൻ മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങളാരും സ്വധർമ്മം ചെയ്യരുത് എന്നല്ല. സ്വധർമാചരണം എനിക്ക് മാത്രമല്ല, സ്വധർമാചരണം നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹത്തിന് കാരണമായി തീരും. നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹത്തിന് അത്യന്താപേക്ഷിതമാണെന്ന ബോധത്തോടെ. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിന് അത്യന്താപേക്ഷിതമാണ് സ്വധർമാചരണം. സ്വധർമാചരണം വെടിഞ്ഞ് ഒരു മൂലക്കിരുന്ന് ഈശ്വരന്റെ പലതരത്തിലുള്ള നാമങ്ങൾ വികാരപ്രകടനങ്ങളോടെ ജപിച്ചതുകൊണ്ട് മാത്രം ആയില്ല. തന്നിൽ വിധിയാകുന്ന ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിട്ടുള്ള കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞ് യഥാവിധി അനുഷ്ഠിക്കണം. അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അമ്മ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അവരവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അക്കൂട്ടത്തിൽ ഈശ്വര സ്മരണയും വേണം. അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ സ്ഥിരം പുണ്യസ്ഥലങ്ങളിലും പുണ്യസങ്കേതങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ ചുറ്റിക്കറങ്ങി ജീവിച്ചത് കൊണ്ട് ഒരാൾക്ക് മുക്തി ലഭിക്കുക ഇല്ല. ഈശ്വരാനുഗ്രഹത്തിന് സ്വധർമാചരണം അത്യന്താപേക്ഷിതം ആണ്. ആ ബോധത്തോടെ പ്രവർത്തിക്കുവിൻ. അപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും സുഖമുണ്ടാകും. പരലോകത്തല്ല സുഖം. ചില സെമിറ്റിക് മതങ്ങളെല്ലാം പറയുന്നത് പോലെ ഇപ്പം നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ ജീവിക്കുവിൻ, മരണാനന്തരം നിങ്ങളെ കാത്തിരിക്കുന്ന അസുലഭമായ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ. അങ്ങനെയല്ല പറയണത്. സ്വധർമാചരണം കൊണ്ട് പരലോകത്ത് മാത്രമല്ല, സ്വധർമാചരണം കൊണ്ട് ഈ ലോകത്തും ഗുണമുണ്ടാകും. ഈ ലോകത്തും ഈ ജീവിതത്തിലും ഗുണമുണ്ടാകുന്ന കാര്യമാണ് ഈ പറയണത്. അല്ലാതെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചാൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗംഭീരമായ ജീവിതം. അങ്ങനെയല്ല പറയുന്നത്.
സ്വധർമാചരണം കൊണ്ട് ഈ ലോകത്തും പരലോകത്തും സുഖമുണ്ടാകും. അത് എനിക്കും അനുഗ്രഹകരമാകും. നിങ്ങൾ സുഖമനുഭവിക്കുമ്പോൾ നിങ്ങൾ സുഖമനുഭവിക്കുന്നതിന് കാരണമായി തീർന്ന എനിക്കും അത് അനുഗ്രഹകരമാകും. എൻ്റെ ധർമ്മം ഞാൻ കൃത്യമായി അനുഷ്ഠിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകും. കാരണം എൻ്റെ ധർമാചരണത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ ധർമാചരണം. നിങ്ങൾ സ്വധർമാചരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്ത് സുഖമുണ്ടാകും. അത് കാണുമ്പോൾ ഞാൻ പോകുന്ന വഴി ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമാകും. അതെനിക്ക് അനുഗ്രഹകരം ആവും.